ഹായ് ഗായ്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന അലോവേര ഡ്രിങ്ക്. ഇത് നല്ലൊരു ഡ്രിങ്കാണ്. ഇത് നമ്മുടെ സ്കിന്നിനും ഹെയർ ഗ്രോത്തിനും ഇമ്മ്യൂണിറ്റി വരാനായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കി തയ്യാറാക്കണം. ഇത് ഞാൻ ഹണി ചേർത്ത് തയ്യാറാക്കുന്ന അലോവേര ജ്യൂസാണ്. കാരണം നമ്മുടെ അലോവേര ജ്യൂസ് നല്ല കയ്പാണ്. അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഹണി ചേർത്ത് വേണം കുടിക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. കം ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹായ് ഗൈസ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന അലോവേര ജ്യൂസാണ്. ഇത് നമുക്ക് സ്കിന്നിനും ഹെയറിനും ഇമ്മ്യൂണിറ്റി വരാനായിട്ട് നല്ലൊരു ഡ്രിങ്കാണ്. ഇതിനുള്ള വേണ്ടിയ ചേരുവകൾ നമുക്ക് 1 കപ്പ് അലോവേര. ഇത് നമ്മൾ ജെല്ല് മാത്രമേ എടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കും. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ നമുക്ക് ചിയ സീഡ് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കുറച്ച് വെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 നാരങ്ങ, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് മിൻറ്റ് ലീവ്സ്, പിന്നെ ഹണി നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. നമ്മളിത് ആദ്യം അലോവേരയുടെ ജെല്ല് മാത്രമേ എടുത്ത് മാറ്റി വെക്കണം. അപ്പം നമ്മളിവിടെ അലോവേരയുടെ ജെല്ല് മാത്രമേ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അത് കഴുകി ഇട്ടിട്ടാണ് മിക്സിയിൽ ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ സ്പൂൺ വെച്ച് അതിൻ്റെ ജെല്ല് മാത്രം സ്കൂപ്പ് ചെയ്ത് നമ്മൾ വെള്ളത്തിൽ അത് കഴുകിയെടുക്കുക. അപ്പോൾ ഓരോന്ന് നമ്മൾ സ്പൂൺ വെച്ച് നല്ലതായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കിയ മിക്സി ജാർ എടുത്തിട്ട് ഇത് നമ്മുടെ അലോവേര ജെല്ല് വെള്ളത്തിൽ ഞാൻ കഴുകി വെച്ചിട്ട് വേണം നമ്മളത് ഇടാൻ. ഇപ്പം ഞാൻ സ്ട്രെയിനറിൻ്റെ അകത്ത് ഈ അലോവേര ജെല്ലൊക്കെ ഒന്ന് വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മളത് ഇടാൻ. അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ വെള്ളം ഇടും. ഇച്ചിരി ഇഞ്ചി, പുതിന ഇല ചേർത്തിടുന്നുണ്ട്. ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞിടാം. ഇനി നമ്മൾ നാരങ്ങ പിഴിഞ്ഞിടുവാണ് ഇതിൽ. ഞാനൊരു 2 നാരങ്ങ എടുത്ത്. അപ്പം നമ്മൾ ഇതെല്ലാം പിഴിഞ്ഞ് നല്ലപോലെ സ്വത്തെടുത്തിട്ട് പിഴിഞ്ഞിടണം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാം ചേരുവകൾ ഇട്ടിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ഇനി എടുക്കാൻ പോവാം. ഞാനിനി ഇത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ പോവാം. ഇനി നമുക്ക് അത് സ്ട്രെയിൻ ചെയ്ത് എടുക്കാം. ബ്ലെൻഡ് ചെയ്തത് ജ്യൂസ് അരിച്ചെടുക്കണം. അപ്പോൾ ആ കൊത്തെല്ലാം അതിൽ വരും. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടി വേണേ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ജ്യൂസ് നീര് കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതൊന്നും കൂടി മിക്സിയിൽ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നീര് കിട്ടും. അപ്പോൾ ഞാനിവിടെ 1 തവണയും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നീര് കിട്ടുമല്ലോ, കുറച്ചുകൂടി ജ്യൂസ് കിട്ടാം. ഇത് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നും കൂടി നമ്മൾ വെള്ളം ചേർത്ത് എടുക്കുക. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഇവിടെ എടുക്കുവാണ് ബ്ലെൻഡ് ചെയ്യാൻ. അപ്പം ഞാനിത് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാൻ 1 തവണയും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ജ്യൂസ് കിട്ടാനായിട്ട്.
ഇത് നമുക്ക് ഹെയർ ഗ്രോത്തിനും സ്കിന്നിനും ഇമ്മ്യൂണിറ്റി വരാൻ നല്ലൊരു ഡ്രിങ്കാണ്. ഇനി നമ്മളത് മാറ്റി വെച്ചിട്ട് കുറച്ച് ചിയ സീഡ് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. ഇത് നമുക്ക് വെയിറ്റ് ലോസിനും നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് ഈ ചിയ സീഡ്. ഇനി നമുക്ക് ഇത് സെർവിങ് ഗ്ലാസ്സിലോട്ട് എങ്ങനെ സെർവ് ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം. ഇപ്പം നമ്മളൊരു സെർവിങ് ഗ്ലാസ് എടുത്തിട്ട് 1 സ്പൂൺ ഹണി നമ്മൾ ആദ്യം ചേർക്കുക. നമുക്ക് മധുരം കിട്ടാനായിട്ട് 1 സ്പൂൺ ഹണി. എന്നിട്ട് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് ഇടുക. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന അലോവേര ജ്യൂസ് പതി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെർവ് ചെയ്ത് എടുക്കണം. ഇതാണ് നമ്മൾ അലോവേര ജ്യൂസ് റെഡി ആയത്. നമ്മുടെ ഹെൽത്തി അലോവേര ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ല ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.